ഹലോ ഗൈസ്, ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ സാധനം എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഹാംസ്റ്ററിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിനെ വിളിക്കാൻ പോയപ്പോൾ അത് നല്ല ഉറക്കമായിരുന്നു, കണ്ടിട്ട് എണീപ്പിക്കാനേ തോന്നിയില്ല. കുറേ നേരം ഞാൻ അവിടെ അതിനെ തന്നെ നോക്കി നിന്ന്, പക്ഷേ താഴെ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് അത് എണീറ്റ്. അതിനുശേഷം കുറേ നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം തലയൊക്കെ താഴ്ത്തി കിടന്ന്, പക്ഷേ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഇത് തുറന്നിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ഞാൻ അതിനെ അവിടെ തന്നെ വെച്ച് കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പം രാവിലെ ഞാൻ അതിന് ചെറിയൊരു കഷ്ണം ഗോതമ്പ് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഉച്ചയായിട്ട് ഇപ്പോഴാണ് അത് കഴിക്കുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കവിളിൽ സ്റ്റോർ ചെയ്തിട്ട് വേണ്ടപ്പോഴാണ് അത് കഴിക്കുക. അപ്പം ഞാനത് കഴിക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഓർഡർ അൺബോക്സ് ചെയ്യാൻ വന്നു. ആദ്യം ഞാൻ അതിനെ ഈ ബോക്സിൻ്റെ മുകളിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ പോയിട്ട് വീഴാൻ പോയി. അപ്പം തന്നെ ഞാൻ അതിനെടുത്ത് കൂട്ടിലാക്കി. എന്നിട്ട് അൺബോക്സ് ചെയ്തതിന് ശേഷം അതിനെ കാണിക്കാമല്ലോ എന്ന് വെച്ച് കൂട്ടിലാക്കി. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് മഴയത്താണ് അവർ കൊണ്ടുത്തന്നത്. അതിനുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നനഞ്ഞിട്ട് ചെറുതായിട്ട് കീറിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഹാംസ്റ്റേഴ്സ് സാധാ വെള്ളത്തിലല്ല കുളിക്കൽ, അവർ സാൻഡ് ബാത്താണ് ചെയ്യുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സാൻഡ് വാങ്ങിയതായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 306 1.2 kg ആണ് അതിലുള്ളത്. ഞാനിത് നല്ല എക്സൈറ്റ്മെൻറ്റോടെയായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഈൻ്റെ നാച്ചുറൽ സിലിക്ക സാൻഡാണ്. ആദ്യം ഞാനത് കൈ കൊണ്ടായിരുന്നു പൊളിക്കാൻ നോക്കിയത്. പക്ഷേ കൈ കൊണ്ട് എത്ര നോക്കിയിട്ടും ഫുള്ളായിട്ട് അത് പൊളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുകൊണ്ട് ഞാൻ കത്രിക വെച്ചിട്ടായിരുന്നു ബാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ അതിന് കളിക്കാൻ സുഖമാവുമല്ലോ എന്ന് വെച്ചിട്ട്. ഞാൻ നോക്കുമ്പോൾ അത് തലയൊക്കെ പുറത്തേക്കിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതിനെ ആ സാൻഡിലേക്ക് ഇട്ടിട്ട് അത് കുറേ നേരം സ്റ്റെക്കായി നിൽക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു, കളിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോ കാണുമ്പോൾ അതിങ്ങളിങ്ങനെ കുത്തി മറിയുന്നതെന്ന് കാണല്, പക്ഷേ ഇതങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അത് ഇറങ്ങി ഓടാൻ തുടങ്ങി. അപ്പം ഞാനതിന് എത്ര പിടിച്ചിട്ടിട്ടും അത് പിന്നെ ഇറങ്ങി ഓടുക തന്നെയായിരുന്നു. പിന്നെ ഞാനത് കുറച്ചല്ലേ സാൻഡ് ഇട്ടുള്ളൂ, കുറച്ചുകൂടി ഇട്ടാലേ റെഡി ആവുമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് അതിലുള്ള ഫുള്ള് സാൻഡും അതിലേക്ക് എടുത്തിട്ട് എന്നിട്ട് ഇട്ടിട്ടും അതൊന്നും ചെയ്യാണ്ട് അത് ഇറങ്ങി ഓടാൻ തന്നെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് ഇത്തിരി അതിട്ട് നോക്കി. അപ്പോൾ അതിൻ്റെ രോമത്തിൽ അത് സ്റ്റിക്കായി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനത് എന്താ സംഭവം എന്ന് അറിയാണ്ട് ChatGPTനോട് ചോദിച്ചു നോക്കി. അപ്പോൾ ChatGPT പറഞ്ഞു ഇത് ഭയങ്കര തിൻ കൺസിസ്റ്റൻസിയാണ്. അപ്പം എൻ്റെ ഹാംസ്റ്റർ ആണെങ്കിൽ ഒരു ലോങ് ഹെയർ ബ്രീഡ് ഹാംസ്റ്ററാണ്. അപ്പം ഇങ്ങനത്തെ ഹാംസ്റ്റേഴ്സിന് അത് മേലൊട്ടിക്കഴിഞ്ഞാൽ ഇത് ലങ്സ് പോയിട്ട് കുറേ ബ്രീത്തിങ് ഇഷ്യൂസും അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അപ്പോൾ അതിന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ വേഗം ഒരു തുണി വെച്ചിട്ട് അതൊക്കെ തുടച്ചു കൊടുത്ത്. പിന്നെ ഞാൻ ആ സാൻഡ് എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാംസ്റ്റേഴ്സിന് നല്ല സാൻഡ് വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാൻഡിനെ കുറിച്ചുള്ളത് ChatGPTനോട് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വേണ്ടവർ കയറി നോക്കിക്കോ.